റുട്ടീനായിട്ടുള്ള എന്ത് വർക്കുകളും നമുക്ക് എഐനെ ട്രെയിൻ ചെയ്യാം. വെദർ അവിടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും എഐ വന്നാൽ അത് മാറും. പക്ഷെ ആ എഐനെ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ റുട്ടീൻ എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ഡെയിലി റുട്ടീൻസ്. നമ്മൾ വിചാരിക്കും നമ്മളയക്കണ ഇമെയിൽ നമ്മൾ അപ്രൈസൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനീസും ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വലിയ കമ്പനീസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നമ്മുടെ ഒരു ആവശ്യം അവിടെ ഇല്ലാണ്ടായി മാറും. നമ്മൾ ചാറ്റ് ബോട്ടിനെ പഠിപ്പിക്കുന്ന പോലെ ഈ സിസ്റ്റം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിക്കുന്നുണ്ട് ശരിക്കും. യെസ്, ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. എഐ വന്ന് പണി പോകുമെന്ന് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആമസോൺ. ഓക്കെ, ആമസോണിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഒരുപാട് പേര് ആമസോണിൻ്റെ ബാക്ക് എൻഡ് സർവീസസ് ചെയ്യുന്നുണ്ട്. അതായത് ചാറ്റ്സ് എടുക്കുന്നുണ്ട്. ആമസോൺ കാനഡ, ആമസോൺ US അല്ലെങ്കിൽ ആമസോണിൻ്റെ പല കൺട്രീസിൽ നിന്നുള്ള ചാറ്റ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഫിലിപ്പീൻസിലേക്ക് പോകുന്നുണ്ട്, ജോർഡനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം എഐ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ചാറ്റ് ചെയ്യുന്നത് എഐനെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചാറ്റിൽ നിന്നുകൊണ്ടിരുന്ന എത്ര പേരുടെ പണി പോയി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് എന്താണ് ചാറ്റ് ചെയ്യുന്നുള്ളത് ചാറ്റ് ബോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ഇതൊരു റുട്ടീൻ സാധനങ്ങളാണ്. ഒരു കസ്റ്റമർ ചോദിക്കണതിന് എപ്പോഴും ഒരേ സാധനം നല്ല ഉണ്ടാവില്ല, അതിൻ്റെ പുതിയ സാധനം ഒന്നും ഉണ്ടാവില്ല. ഇത് അവർ പഠിച്ചു, ആ ചാറ്റ് വഴി അത് പോയി. ഇനി രണ്ടാമത്തെ കാര്യം, ബാങ്കിങ് മേഖലയാണ് ഇപ്പോൾ എഐ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ വന്നുകൊണ്ടിരുന്നത് എന്താണ്, നമ്മുടെ ഒരു അവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, UAE തന്നെ ഒരു മേജർ 3 ബാങ്ക് മുഴുവൻ അവരുടെ സർവീസസ് അതർ ദാൻ സെയിൽസിന് കൺവിൻസിങ് എന്തായാലും വേണമല്ലോ. ചില സമയത്ത് കൺവിൻസിങ് വേണ്ടി വരും. അതർ ദാൻ സെയിൽസ് അവരിപ്പോൾ എഐനെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ റുട്ടീനായിട്ടുള്ള എന്ത് വർക്കുകളും നമുക്ക് എഐനെ ട്രെയിൻ ചെയ്യാം. വെദർ അവിടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും എഐ വന്നാൽ അത് മാറും. പക്ഷെ ആ എഐനെ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. അത്രയേ ഉള്ളൂ. അത് നമുക്കറിയില്ലെങ്കിൽ കോഴ്സിനൊന്നും പോകണ്ട, ഒരു കോഴ്സിനും പോകണ്ട. അത് എനിക്ക് പഠിക്കാൻ കാശില്ല, എനിക്ക് ടൈമില്ല, ഇതല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി ChatGPT അല്ലെങ്കിൽ യൂട്യൂബോ വഴിയോ കിട്ടാത്ത ഒന്നും ഇന്ന് ലോകത്തില്ല. ഇല്ല, ഉറപ്പായിട്ടും. പക്ഷെ മാറേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ അതിനു വേണ്ടി പഠിക്കാൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്ക് വളരെ സങ്കടകരമായ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഗവൺമെൻറ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നമ്മൾ കൂടുതൽ മലയാളികളും ഉള്ളത് എന്താണ്, ഒരു പരിധി വരെ മലയാളികൾ വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു റുട്ടീൻ സാധനത്തിൽ. അതെ അല്ലേ? അതെ. സെയിൽസിലുള്ളവരെ മാറ്റി മാർക്കറ്റിംഗിലുള്ള ഒരു ക്ലറിക്കൽ ഒരു ഓഫീസ് ജോബുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് വരാൻ വേണ്ടി പോകുന്നത്, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള. ഒരിക്കലും അവരുടെ ജോലി പോവില്ല. പക്ഷേ എന്ത് ചെയ്യണം? എംപവർ ചെയ്യണം. അവർ മറ്റുള്ളവരെ എഐ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം? അവരവരുടെ കമ്പനീനെ പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ അവർ സെൽഫായിട്ട് അവർ ലേൺ ചെയ്ത് കോമ്പീറ്റൻ്റ് ആയി മാറണം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ മോട്ടിവേഷൻ സെഷൻസിൻ്റെ ഒരു ചാകര തന്നെയാണ്. പക്ഷേ ഈ ഡോറിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ തീർന്നു. അപ്പോൾ ഇതിന് പകരം എംപ്ലോയീസിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനം കമ്പനികൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാലമല്ലേ? ഇപ്പോൾ കമ്പനികൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാവരും അവരുടെ, ഈവൻ UAE ഗവൺമെൻറ് കമ്പനീസ് അടക്കമുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള വലിയ കമ്പനീസ് എല്ലാവരും അവർ മോട്ടിവേഷൻ അല്ല കൊടുക്കുന്നത്. അവർ മോട്ടിവേഷൻ കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ മോട്ടിവേഷൻ അല്ല, അവർ സ്കിൽ അപ്ഗ്രേഡേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.